ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു കേട്ടോ. കാര്യം, ഒരു കുടുംബത്തിൽ കിടന്നുകൊണ്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ചാനലെന്ന് വേണമെങ്കിൽ പറയാം. അമ്മയ്ക്ക് മക്കൾക്ക് ഒക്കെ ചാനൽ, അതൊന്നും പ്രശ്നമല്ല നമുക്ക്. ഇവരുടെ എല്ലാം ചാനലിനകത്ത് വീഡിയോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും വഴക്കലും ഒക്കെ തന്നെ, കുത്തലും വെട്ടലും എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആരുമല്ല, നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ തന്നെ. ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരുടെയും ഭാഗമോ ഒന്നും നോക്കിയില്ല. ഞാൻ അതിൽ ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞില്ലെങ്കിലും വീഡിയോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാളെ ഒരു കാലത്ത് ഇവരമ്മയും മക്കളും ഒക്കെ ഒന്നിക്കുമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും മാറ്റി പറയുന്നില്ല. ഇത് സത്യമാണ്. അതൊരു കാലത്ത് നടക്കാൻ പോകുന്ന കാര്യം. പക്ഷേ എങ്കിൽ ഈ ഒരു കാര്യം ഈ കുടുംബത്തുള്ളവരും കൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതായത് ആ അമ്മയും അച്ഛനെ ഞാൻ വിടുന്നു കേട്ടോ. അവരിനി എന്ത് വേണേലും പറയട്ടെ, അമ്മയും അച്ഛനെന്നുള്ളൊരു കൺസിഡറേഷൻ അങ്ങ് കൊടുക്കുന്നു. അവരുടെ ഭാഗത്തും തെറ്റുണ്ടില്ല എന്ന് ഞാൻ പറയത്തൊന്നുമില്ല. അവരെ ഞാനങ്ങ് വിടുവാണ് കേട്ടോ. പിന്നെ ഈ സഹോദരികൾ, സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു കൊച്ച്, ഏറ്റവും രണ്ടാമത്തെ പെൺകൊച്ച്, ഇപ്പം അവളുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിപ്പോവും. അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ ചേച്ചിയാണ് പൊന്നൂസിൻ്റെ ഹസ്ബൻഡും കൂടി. അവരാണ് ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് നാട്ടുകാരെ മൊത്തവും അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വ്യക്തികളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരാണ് കുത്തിത്തിരിപ്പുകളെന്ന് തോന്നിപ്പോവും നമുക്ക്. അത്തരമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഭയങ്കര നല്ല വ്യക്തികൾ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് തുടങ്ങിയെന്ന്, ഇവരെങ്ങനെയാണ് വന്ന വഴിയെന്നും ഒക്കെ ഉള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. കാര്യം, പൊന്നൂസിൻ്റെ കല്യാണം എങ്ങനെയായിരുന്നു എല്ലാവരും അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ പോലും ഒരു പയ്യൻ വന്നിരുന്ന് ചെയ്ത വീഡിയോസൊക്കെ ഇപ്പോഴും നെറ്റിലെല്ലാം കിടപ്പുള്ളതാണ്. ആ പയ്യൻ വന്നിരുന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ. ആ വീഡിയോസൊക്കെ കാണാത്തവരാരും കാണത്തില്ലല്ലോ. അവൻ വന്നിരുന്ന് കരഞ്ഞു വിളിച്ചതിനൊക്കെ. എന്തായിരുന്നു പൊന്നൂസ് ചെയ്തത്? 6, 7, 8 വർഷം പ്രേമിച്ച ഒരു പയ്യൻ, ആ പയ്യനെയും കളഞ്ഞേച്ചാണ് ഈ ഷെബിൻ എന്ന് പറയുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പോൾ അതെന്ത് വലിയ തേപ്പാണ് ആ ചെയ്തിരിക്കുന്നത്. അത്രയും വലിയ തെറ്റെന്തായാലും ഈ പെങ്കൊച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. വീട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞ് ഉറപ്പിച്ച് എൻഗേജ്മെൻറ്റ്, അതായത് കല്യാണത്തിന് തൊട്ട് മുൻപുള്ള എൻഗേജ്മെൻറ്റ് നടന്നതിന് ശേഷമാണ് ഈ പെങ്കൊച്ച് ആ പയ്യൻ്റെ കൂടെ പോയിരിക്കുന്നത്. എന്തായാലും അതിനേക്കാളും വലുതാണല്ലോ മറ്റവൾ ചെയ്തത്. എന്നിട്ട് അവളാണ് വന്നിരുന്ന് ന്യായീകരണം മൊത്തം ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ല വ്യക്തികളാണ്. അവർക്ക് അസൂയയില്ല. ഇവർ, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഇവരൊരു Q&A വീഡിയോ ഒക്കെ ചെയ്ത്, എന്നിട്ട് Q&A വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ഇവർക്ക് ഇതിനെ തിരിച്ച് റിയാക്ഷൻ ചെയ്യാൻ പറ്റും. എന്തായാലും ഈ സമയത്ത് ക്വസ്റ്റ്യൻസ് ആളുകൾ ചോദിക്കുന്നത് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. ഇതിനെ പറ്റിയുള്ള നെഗറ്റീവ് കമൻസ് ആയിരിക്കും വരുന്നത് മൊത്തം. എന്നിട്ട് ഇവർ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിലാണ് ഇവരിരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഇവരിരുന്നങ്ങ് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവർക്കാണ് അസൂയെന്ന് നമുക്ക് തോന്നുന്നല്ല, അതാണ് സത്യം. ഭയങ്കര മഹത് വ്യക്തികളെ പോലെ. ഇപ്പം അവർ അച്ഛൻ്റെ അമ്മയും കൂടെ നിൽക്കുന്നുണ്ട്. അവർക്ക് അച്ഛൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പം അവർക്ക് കുഞ്ഞായതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ വിഷമം മനസ്സിലാവും. ഒക്കെ ശരിയായിരിക്കും. അവർക്കൊരു കുഞ്ഞായപ്പോൾ അവർ അമ്മയുടെ വിഷമം മനസ്സിലാവും എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കാം. പക്ഷെ അന്ന് പോയ ആ ഒരു സമയത്ത് ഇവർ ഇതേപോലെ തന്നെയല്ലേ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. മറ്റേ ആ പെങ്കൊച്ചും ആ പയ്യൻ്റെ വീട്ടുകാരും ഒരു കാര്യങ്ങൾ, ഞാൻ അവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ അവർ ഒരു കാര്യങ്ങൾ ഇവരെ പറ്റി നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് അവരും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഇവിടുത്തെ മൂത്ത പെങ്കൊച്ചാണ്. ഇവരെന്താണ് മനസ്സിലാക്കാത്തത്? ഇവളും മനസ്സിലാക്കണില്ല അത് സഹോദരിയാണെന്നുള്ളത്. അല്ലെങ്കിൽ സഹോദരി എന്നുള്ള പേര് പോലും പറയാനെ കൊണ്ട് അവക്കങ്ങ് മടിയാ. ആ വ്യക്തി സഹോദരി എന്ന് പറയാനേ അവൾക്കങ്ങ് നാണക്കേട് പോലെ അവള് സംസാരിക്കുന്നതിലൊക്കെ. Q&A ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാല് മറ്റുള്ളവരെ പേടിച്ച് ഒളിച്ചു ഓടിയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ടായിരുന്നു. നമുക്ക് തെറ്റില്ല. ഇവരെന്ത് നല്ല വ്യക്തികളാണല്ലേ. ഇവർ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ രണ്ടുപേരും. രണ്ടു കൂട്ടരും ഒരേ തെറ്റ് ചെയ്തിരിക്കുന്നെങ്കിലും ഇപ്പം പോയ കൊച്ചാണെങ്കിൽ കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യൻ്റെ കൂടെ. മൂത്ത ചേച്ചി ചെയ്തത്രയും ചെയ്തില്ലല്ലോ എന്തായാലും അവള്. പിന്നെ അവളെ പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെ വന്നിരുന്നുണ്ട്.
നമുക്ക് പേടിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊക്കെ സഹോദരിയും അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ്, സഹോദരങ്ങളാണ്. നാളെ ഒരു കാലത്ത് നിങ്ങളെല്ലാവരും ഒരുമിക്കും. അപ്പോഴും തേച്ച് മാച്ച് കളയാൻ പറ്റുമോ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങളൊക്കെ? വീഡിയോസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ കളയാൻ പറ്റുമെന്നാണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തമ്മിത്തല്ലും അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇടുന്ന എന്തിനാണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലി പറഞ്ഞു തീർക്കണം. അല്ലെങ്കിൽ പേഴ്സണലി പറയുന്ന ചാറ്റുകൾ ഇവിടെ കൊണ്ട് കാണിക്കുക. എന്തിൻ്റെ ആവശ്യം ഇതൊക്കെ? വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ അമ്മയും അല്ലെങ്കിൽ 4-5 മക്കളെയൊക്കെ കണ്ട് അവരുടെ ആ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വന്ന ആളുകളാണല്ലേ. അവരുടെ അടുത്ത് തന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഇട്ടുകൊടുത്ത് നിങ്ങളെ എന്താ പറയുന്നത്, സ്വന്തം പല്ലട കൊത്തി നാറ്റിക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ ഇട്ട് മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ ഒരു അവസരം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കുടുംബക്കാരെ തന്നെയാണ്. അച്ഛനും അമ്മയും ഇരുന്ന് ഒരിടത്ത് ഒരു വീഡിയോ ചെയ്യുന്നു, സഹോദരിമാർ രണ്ടുപേരും അവിടെ ഇവിടെ ഇരുന്ന് വേറെ ഓരോ വീഡിയോ ചെയ്യുന്നു. ഇതൊന്നും നിങ്ങളാരും മനസ്സിലാകുന്നില്ല. സഹോദരങ്ങളാണ് തമ്മി ഇരുന്ന് തല്ലുണ്ടാക്കുന്നതെന്നുള്ള കാര്യം. ഈ ഒരു പ്രശ്നത്തിന്റെ ചൂടിലിരുന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും. എന്തിനാണ് നിങ്ങൾക്ക് ഇതിലൂടെ എന്തിനാണ് നിങ്ങളുടെ കുടുംബങ്ങൾ വിറ്റെന്തിനാണ് വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്?